AKG ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ചെങ്ങനിപ്പടി UP സ്കൂൾ. നിങ്ങൾക്കറിയാം, അവിടെ ചെറിയൊരു സ്കൂളാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ അവിടെ പല വികസനങ്ങളും റോഡ് വികസനം എല്ലാം വന്നതിന് ശേഷം ആ സ്കൂള് തീരെ സൗകര്യമില്ലാതായി മാറിയില്ല. അപ്പോൾ അതിന് ഒരു പരിഹാരമായി നമ്മൾ ഇതിൻ്റെ സ്കൂൾ മാനേജ്മെൻറ്റ് എല്ലാവരും ആലോചിച്ചുകൊണ്ട് അതിൻ്റെ അടുത്ത് തന്നെയുള്ള ചെട്ടിപ്പുഴയ്ക്ക് സമീപമുള്ള കീലേരി റോഡിൻ്റെ പരിസരത്തായിട്ട് നമ്മുടെ ചെങ്ങനിപ്പടി സ്കൂള് പുതിയ കെട്ടിടത്തിലേക്ക് മാറുകയാണ്. 3 നിലകളിലുള്ള ഒരു കെട്ടിടമാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. നല്ല സൗകര്യങ്ങളും കുട്ടികൾക്ക് കളിക്കാനും മറ്റു എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു സ്കൂളാണ് ഈ ഏപ്രിൽ 3-ാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അത് പരിപാടിയായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പുരാവസ്തു വകുപ്പ് മന്ത്രി, രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ ഉദ്ഘാടന ചടങ്ങിൽ തന്നെ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ നല്ലൊരു ഗാന്ധി പ്രതിമ, മഹാത്മാഗാന്ധിയുടെ നല്ലൊരു പ്രതിമ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ അനാച്ഛാദനം കൂടി അവിടെ നടക്കും. ബഹുമാനപ്പെട്ട മന്ത്രി അതുകൂടി നിർവഹിക്കും. തുടർന്ന് ആ പരിപാടിയിൽ അന്നത്തെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കണ്ണൂരിൻ്റെ പ്രിയപ്പെട്ട കോർപ്പറേഷൻ്റെ മേയർ ബഹുമാനപ്പെട്ട മുസ്ലിം മഠത്തിൽ അവർകളാണ് പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത്. അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ മറ്റൊരു കാര്യം കൂടി അവിടെ ചെയ്യുന്നുണ്ട്. അവിടെ പ്രീ പ്രൈമറി ക്ലാസ് റൂം അത് മുഴുവനായിട്ടും സ്കൂളിന് വേണ്ടി സംഭാവന ചെയ്യുന്നത് പൂർവ്വ വിദ്യാർത്ഥികളാണ്. ആ ക്ലാസ് റൂമിൻ്റെ ഉദ്ഘാടനവും ഈ ചടങ്ങിൽ നടക്കും. അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട അഴീക്കോടിൻ്റെ MLA KV സുമേഷ് അവർകളാണ്. അദ്ദേഹമാണ് ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ കിച്ചൺ കം സ്റ്റോർ റൂമുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര മാഡമാണ്. പിന്നെ ഈ നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് തന്നെ മാത്സ് സയൻസ് ലാബ് ഉദ്ഘാടനം അതുണ്ട്. അത് ചെയ്യുന്നത് ആ ക്ലാസ് റൂമിൻ്റെ ആ ലാബിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കോർപ്പറേഷൻ്റെ മേയർ ശ്രീ മുസ്ലിം മഠത്തിൽ അവർകളാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയായി ബന്ധപ്പെട്ട് സ്കൂളിൻ്റെ വാർഷികാഘോഷ പരിപാടി അന്ന് തന്നെ നടക്കുന്നുണ്ട്. ആ വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് സീനിയർ ആർട്ടിസ്റ്റായിട്ടുള്ള ശ്രീ സൂരജ് സൺ ആണ്. അങ്ങനെ നിരവധി പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. ഗുരുവന്ദനം, നമ്മുടെ ആ സ്കൂളിലെ മുൻ ഗുരുക്കന്മാരായിട്ടുള്ള അധ്യാപകരെ ആദരിക്കുന്നുണ്ട്. അവർക്കൊരു ഗുരുവന്ദനം പരിപാടിയുണ്ട്. അത് നമ്മുടെ ബഹുമാനപ്പെട്ട കോർപ്പറേഷൻ്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ശ്രീ സുരേഷ് ബാബു വളയാവൂരാണ് അത് നിർവഹിക്കുന്നത്. 1890 ഞങ്ങളുടെ സ്കൂൾ അച്ചാച്ചൻ സ്ഥാപിച്ചത്. 1977 അദ്ദേഹം 77 ശേഷം 81 അദ്ദേഹം അന്തരിച്ചു. അതുവരെ അദ്ദേഹമായിരുന്നു ശ്രീ N. കൃഷ്ണപ്പണിക്കർ, അദ്ദേഹമായിരുന്നു അവിടുത്തെ മാനേജർ. 81 ശേഷം എൻ്റെ അച്ഛൻ്റെ സഹോദരിയായ ശ്രീമതി TV നാരായണി അവരായിരുന്നു മാനേജറായി തുടർന്നത്. പിന്നീടുള്ള അവരുടെ മരണശേഷം 2005 എൻ്റെ പിതാവായ ശ്രീ TV കണ്ണൻ അവരുടെ മാനേജ്മെൻറ്റിലായിരുന്നു സ്കൂൾ നടത്തി പോന്നിരുന്നത്. അദ്ദേഹവും അന്തരിച്ച ശേഷമുള്ള 2019 ഞാൻ അവിടെ മാനേജറായിട്ട് ജോയിൻ ചെയ്യുന്നത്. ഈ 1890 സ്ഥാപിച്ച 150 വർഷത്തോളം പഴക്കമുള്ള ഞങ്ങളുടെ സ്കൂളിന് വളരെയധികം ഈ സമൂഹത്തിൽ, ഈ തളാപ്പ് ദേശത്തിൽ തന്നെ ഒരുപാട് വിദ്യാർത്ഥികളെ സൃഷ്ടിച്ചിട്ടുള്ള, നല്ല നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന, ഇപ്പോഴും നല്ല നിലയിൽ പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ അവിടെ പഠിച്ചു പോയവരാണ്. ഇന്നും അവർ ആ സ്നേഹം ആ സ്കൂളിനോടും നമ്മുടെ ആ മാനേജ്മെൻറ്റിനോടുമുള്ള ഒരു സ്നേഹം അവരെപ്പോഴും നമ്മളെ അറിയിക്കാറുണ്ട്. കാരണം മാനേജ്മെൻറ്റിൻ്റെ ഒരു കൂട്ടായ പരിശ്രമം കൂടിയാണ് സ്കൂൾ ഇത്രയും കാലം നിലനിന്ന് പോന്നിരുന്നത്. വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു കുറച്ചു കാലമായിട്ട് നമ്മുടെ സ്കൂൾ പോയിക്കൊണ്ടിരുന്നത്. കാരണം നിങ്ങൾക്കെല്ലാം അറിയാം, ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ആധിക്യവും പിന്നെ റോഡ് സൗകര്യം, റോഡ് വികസനമില്ല. ഇപ്പോൾ അത് വികസിപ്പിക്കാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഞങ്ങൾക്കൊരു മാറി ചിന്തിക്കണം എന്നുള്ള ഒരു തോന്നലുണ്ടായി. അതിനു മുൻപേ തന്നെ കുട്ടികളുടെ ഒരു കുറവ് അവിടെ വളരെയധികം ബാധിച്ചിരുന്നു.
ഇംഗ്ലീഷ് മീഡിയങ്ങളുടെ അവിടെ ഒരുപാട് സ്കൂളുകൾ നിലവിലുണ്ട്. അപ്പോൾ സാധാരണ ഇപ്പോഴത്തെ പാരൻസിൻ്റെ ഇത് ഒരു മലയാള മീഡിയത്തോടുള്ള വിമുഖത നമ്മുടെ സ്കൂളിനെയും ആ കാലഘട്ടങ്ങളിൽ ബാധിച്ചത് ഇപ്പോൾ കുറേ വർഷങ്ങളായി അതങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു കൊറോണയ്ക്ക് ശേഷമാണ് കുറച്ചുകൂടി ഞങ്ങളുടെ സ്കൂളൊന്ന് ജീവൻ വെച്ചതെന്ന് പറയാം. അതിനുശേഷം ഇപ്പം നല്ല പുതിയ HM ചാർജ് എടുത്തതിന് ശേഷവും അധ്യാപകരുടെ കൂട്ടായ പരിശ്രമവും പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെയും PTA എല്ലാവരുടെയും പിന്തുണയും ഉള്ളത് കാരണം നമ്മുടെ സ്കൂൾ വളരെയധികം മെച്ചപ്പെട്ട് വരികയാണ്. അത് തുടർന്നുള്ള വർഷങ്ങളിലും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വളരെ നല്ല ഒരു കെട്ടിടമാണ് ഇപ്പോൾ നമുക്ക് ചെട്ടിപ്പീടേക്ക് ഞങ്ങൾ മാറ്റി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടം എന്ന് പറഞ്ഞാൽ 3 നിലകളിലുള്ളതാണ്. ഏകദേശം 9250 സ്ക്വയർ ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഭാവിയിൽ നല്ലൊരു വികസനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണവും ആത്മാർത്ഥമായ പിന്തുണയും ഞങ്ങൾ ഈ സമയത്ത് നിങ്ങളോടും ആവശ്യപ്പെടുകയാണ്. ആ സ്ഥലം കൈമാറുകയാണ്. അതെ, കുട്ടികളാണ്. LKG മുതൽ 7th സ്റ്റാൻഡേർഡ് വരെ 140ഓളം കുട്ടികളുണ്ട്.